ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇനിയിപ്പം അതിൻ്റെ കാലം വരുന്നത് ചക്കക്കാലം. ചക്കയുടെ സമയത്ത് നമ്മൾ ചെറിയ ചക്ക ആയി തുടങ്ങുമ്പോൾ തൊട്ട് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി തുടങ്ങും കേരളീയർ. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇടിച്ചക്ക തോരൻ. അപ്പോൾ ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഇടിച്ചക്ക തോരൻ. ഓക്കെ, അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. തേങ്ങ, ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കുരുമുളക്, 2 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് കാന്താരി മുളക് ഏറ്റവും നല്ലത്. മറ്റേ പച്ചക്കാന്താരി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ്. ഇതിപ്പോൾ ഇത് വെള്ള കാന്താരിയാണേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇടിച്ചക്ക ചെറിയ പീസുകളാക്കിയിട്ട് ഇതേമാതിരി കുക്കറിനകത്ത് ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചതാണേ. എന്നിട്ട് ഇതേമാതിരി പൊടിച്ചെടുക്കണം. ചെറുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇപ്പോൾ കുറച്ച് വേവ് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുക്കറിനകത്തിട്ട് 2 അടി അടിച്ചാലും മതി. അപ്പോൾ നന്നായിട്ട് വരും. ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ പിശുക്കിയിട്ടതാണേ. അപ്പോൾ ഇതേമാതിരി ആക്കിയെടുക്കുക. ഇനി അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിന് കടുക് വറുക്കുന്നതിനകത്ത് ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിടുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിടുക. കടുകിട്ടതിന് ശേഷം വറ്റൽമുളക് 2 എണ്ണം മുറിച്ചിടുക. പിന്നെ മെയിനായിട്ടുള്ളത് അരി. അത് ഏത് അരി ആയാലും മതി. പുഴുക്കലരിയാണ് കുറച്ചുകൂടെ നല്ലത്. പുഴുക്കലരി കുറച്ച് ഇട്ട് അത് മൂക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിനകത്ത് കറിവേപ്പില ഇടണം കേട്ടോ. കറിവേപ്പില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. പിന്നെ ഈ ചതച്ച് വെച്ച തേങ്ങയും അരപ്പും എല്ലാം കൂടെ എടുത്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് അതിൻ്റെ ആ പച്ചച്ചൊവ ഒന്ന് മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് തോർത്തിയെടുത്തതിന് ശേഷം അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഈ അരപ്പിന് വേണമെന്നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പൊടി ഇടുന്നവർക്ക് ഉപ്പ് പൊടി ഇടാം. അപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അരപ്പിന് വേണമെന്നുള്ള ഉപ്പ് ശരിയാവും. അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് തോർത്തിയെടുത്തതിന് ശേഷം ഈ ചക്ക വേവിച്ച് വെച്ചേക്കുന്ന ഇടിഞ്ചക്ക ഉണ്ടല്ലോ, ഇടിഞ്ചക്ക നമുക്ക് ആ അരപ്പിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. ഇതേമാതിരി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കൂടുതലങ്ങ് പൊടിയണമെന്നുള്ളവർക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചാലും മതി. ഞങ്ങൾക്ക് ഇതേമാതിരി മതി. അതുകൊണ്ട് ഞാൻ അത് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് അടർത്തി ഇട്ടയാണേ. നന്നായിട്ട് ഇളക്കി ഒന്ന് പൊത്തി അടച്ചു വെക്കുക. കാരണം ഈ ചക്ക ഓൾറെഡി വെന്തതാണ്. പിന്നെ അതേപോലെ തേങ്ങ അതിൻ്റെ അരപ്പും നമ്മൾ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച് എടുത്തതാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. കൂടുതൽ വെള്ളം കൂടി പോകരുത്. കാരണം വെന്ത ചക്ക ആയതുകൊണ്ട് ജാറ് കഴുകിയെടുത്ത ഒരു ഇച്ചിരി വെള്ളം, ലേശം വെള്ളം ഒഴിച്ചെടുത്തുള്ളൂ. എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് ആവിയേറ്റാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇടിഞ്ചക്ക തോരൻ റെഡിയായി. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.